മലയാളത്തിലെ ഒരു പ്രമുഖ യൂട്യൂബറുടെ വീഡിയോ കണ്ടുകൊണ്ട് അദ്ദേഹം കൊടുത്തിട്ടുള്ള ലിങ്ക് ഉപയോഗിച്ച് UTIയുടെ നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ടിൽ നിക്ഷേപിക്കേണ്ടായി എന്നാണ് പറയുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ മ്യൂച്വൽ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചെറുതായിട്ട് പറഞ്ഞു തരികയും അതോടൊപ്പം തന്നെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന 4 മ്യൂച്വൽ ഫണ്ടുകൾ ഏതൊക്കെയാണ്, അത് എന്തിനു വേണ്ടിയാണ്, എന്തുകൊണ്ടാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരികയും ചെയ്യാണ്. ഞാൻ സുബീഷാണ്. റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. മ്യൂച്വൽ ഫണ്ടുകളെ പറ്റിയിട്ട് മലയാളത്തില് വീഡിയോകൾ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ട് 6.5 വർഷമായിട്ടുണ്ട് എന്നുണ്ടെങ്കിലും പല ആളുകളും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് തെറ്റായ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ മ്യൂച്വൽ ഫണ്ടുകളുടെ ഒരു ഡയറക്റ്റ് പ്ലാൻ എന്നുള്ളൊക്കെ രീതിയിൽ വാങ്ങുന്നുണ്ട് എന്നുള്ളത് വീണ്ടും വീണ്ടും ശ്രദ്ധയിൽപ്പെടുകയാണ്. ഉദാഹരണമായിട്ട് ഈ അടുത്ത് എനിക്ക് ഒരു മെസ്സേജ് വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 പല ആളുകളും മ്യൂച്വൽ ഫണ്ടുകളെ പറ്റിയിട്ടും മറ്റുള്ള ഇൻവെസ്റ്റ്മെന്റുകളെ പറ്റിയിട്ടും ഒക്കെയുള്ള സംശയങ്ങൾ നമ്മളോട് ചോദിക്കാറുണ്ട്. അങ്ങനെ ഒരു മെസ്സേജ് എനിക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ, മലയാളത്തിലെ ഒരു പ്രമുഖ യൂട്യൂബറുടെ വീഡിയോ കണ്ടുകൊണ്ട് അദ്ദേഹം കൊടുത്തിട്ടുള്ള ലിങ്ക് ഉപയോഗിച്ച് UTIയുടെ നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ടിൽ നിക്ഷേപിക്കേണ്ടായി എന്നാണ് പറയുന്നത്. അത് നിക്ഷേപിച്ചിട്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള NAV എന്ന് പറഞ്ഞാൽ 170 രൂപ 54 പൈസയാണ് അന്ന് NAV ആയിട്ട് കിട്ടിയത്. പക്ഷേ ഈ യൂട്യൂബർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത് ഡയറക്റ്റ് ആയിട്ടുള്ള ഫണ്ടുകൾ ഉപയോഗിച്ച് തന്നെയാണ്, അതുകൊണ്ട് വളരെയധികം ലാഭമാണ്. പക്ഷേ ഡയറക്റ്റ് ആയിട്ടുള്ള ഫണ്ടിന് അന്നത്തെ ദിവസത്തെ NAV എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 172 രൂപ 94 പൈസയാണ്. അതായത് 2 രൂപ 50 പൈസയുടെ ഒക്കെ കുറവ് എനിക്ക് വന്നിട്ടുണ്ടല്ലോ എന്നുള്ളതാണ് അദ്ദേഹം ചോദിച്ചത്. ഇതാണ് മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിൽ നടക്കുന്ന ഒരു മിസ് സെല്ലിംഗ് ആക്ടിവിറ്റി. അതായത് അനിയത്തിയെ കാണിച്ച് ചേട്ടത്തിയെ കെട്ടിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രീതി നമ്മൾ നാട്ടുഭാഷയിൽ പറയാറുണ്ടല്ലോ. അതായത് നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു മികച്ച പ്രോഡക്റ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സംഗതി അവരുടെ കമ്മീഷൻ മേടിക്കുന്നതിനായിട്ട് പല യൂട്യൂബർമാരും ഡയറക്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞുകൊണ്ട് റെഗുലർ പ്ലാനുകൾ കൊടുക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. നിങ്ങൾക്ക് ഈ കണ്ടന്റ് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയുള്ളൂ. പേഴ്സണൽ ഫിനാൻസ് കണ്ടന്റ് താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തിയാൽ നിങ്ങൾക്ക് നമ്മുടെ പുതിയ വീഡിയോകളെല്ലാം ലഭിക്കും. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദീർഘകാല നിക്ഷേപ പദ്ധതിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. മ്യൂച്വൽ ഫണ്ടിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഇന്നോ നാളെയോ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയല്ല. നമ്മൾ മിക്കവാറും ആളുകൾ മ്യൂച്വൽ ഫണ്ടുകൾ ഒരു ദീർഘകാല ആവശ്യത്തിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ റിട്ടയർമെന്റ് ആവാം, നിങ്ങളുടെ കുട്ടിയുടെ വിദ്യാഭ്യാസമാവാം, കുട്ടികളുടെ വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ടാവാം, അതിനൊക്കെ വേണ്ടി ചെറിയ രീതിയിലോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കിട്ടുന്ന പണത്തിനനുസരിച്ചോ ഒക്കെ നിക്ഷേപിച്ചു പോകുന്ന ആളുകളാണ്. പ്രധാനമായിട്ടും 3 തരത്തിലുള്ള പ്ലേയേഴ്സ് ആണ് മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിലുള്ളത്. ഒന്ന് മ്യൂച്വൽ ഫണ്ട് കമ്പനി അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് AMC എന്ന് പറയും. ഇന്ത്യയിലെ 44 അസറ്റ് മാനേജ്മെന്റ് കമ്പനികൾക്ക് മ്യൂച്വൽ ഫണ്ടുകൾ ഓപ്പറേറ്റ് ചെയ്യാനുള്ള അനുമതി സെബി കൊടുത്തിട്ടുണ്ട്. അപ്പൊ 44 മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ ഓൺ ആൻ ആവറേജ് 100-110 ഒക്കെ മ്യൂച്വൽ ഫണ്ടുകൾ ഇറക്കുന്നുണ്ട്. അതായത് ഒരു 4000-ന് മുകളിൽ മ്യൂച്വൽ ഫണ്ടുകൾ ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഈ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി. പക്ഷേ ഈ മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങുകയും വിൽക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുകയും ഒക്കെ ചെയ്യുന്നത് ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ മാത്രം ഇടപെട്ടിട്ടല്ല. മ്യൂച്വൽ ഫണ്ടുകളുടെ ഒരു പേയ്മെന്റ് നടക്കുകയൊക്കെ നടത്തുന്നത്, പേയ്മെന്റ് അങ്ങോട്ടുള്ള പേയ്മെന്റ് ആയാലും ഇങ്ങോട്ടുള്ള പേയ്മെന്റ് ആയാലും ഒക്കെ നടക്കുന്നത് അതിന് വേണ്ടിയിട്ട് കുറെ ട്രാൻസാക്ഷൻ പാർട്ട്നേഴ്സ് ഉണ്ട്. അതിൽ നിങ്ങൾ പ്രത്യേകിച്ച് കണ്ടിട്ടുണ്ടാവും BSE സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ NMF എന്നൊക്കെ പറഞ്ഞ്. അവര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലേക്ക് വരുന്നതും മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് പോകുന്നതുമായിട്ടുള്ള ക്യാഷ് ട്രാൻസാക്ഷൻസിനെ ഡീൽ ചെയ്യുന്ന ഏജൻസികളാണ്. അപ്പൊ അതാണ് രണ്ടാമത്തെ കൂട്ടർ. മൂന്നാമത്തെ കൂട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ക് ഓഫീസ് കാര്യങ്ങൾ ചെയ്യുന്നതിനായിട്ട് CAMS എന്നും K-Fintech എന്നും പറഞ്ഞ് 2 പ്രധാനപ്പെട്ട കമ്പനികളുണ്ട്. ഇത് പറഞ്ഞു തന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഈ മ്യൂച്വൽ ഫണ്ടുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ടാണ്. മ്യൂച്വൽ ഫണ്ടുകൾ നിങ്ങൾക്ക് 2 തരത്തിലാണ് പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റുക. ഓൺലൈൻ മോഡാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് ഓഫ്ലൈൻ മോഡാണ്. ഓഫ്ലൈൻ മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്ത്, ഇപ്പൊ ഞാനൊക്കെ മ്യൂച്വൽ ഫണ്ട് 2001, 2, 3 കാലഘട്ടത്തിലൊക്കെ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതായത് മ്യൂച്വൽ ഫണ്ട് കമ്പനിയുടെ ഓഫീസിൽ പോയിട്ട് ഫോമുകൾ ഫില്ല് ചെയ്തുകൊണ്ട് ചെക്കുകൾ കൊടുത്തൊക്കെയാണ് നിക്ഷേപിക്കാറ്. അതൊക്കെ പണ്ടത്തെ കാലത്തിന്റെ രീതിയാണ്. അങ്ങനെ ഓഫ്ലൈനായിട്ട് ചെയ്യാം. ഓൺലൈനായിട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് കമ്പനികളുടെ വെബ്സൈറ്റുകൾ യൂസ് ചെയ്യാം. ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആക്സിസ് മ്യൂച്വൽ ഫണ്ടിന്റെ വെബ്സൈറ്റിന്റെ പേര് ആക്സിസ് MF എന്നാണ്. ഈ സൈറ്റുകളിൽ നിങ്ങൾ കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ പാൻ നമ്പർ കൊടുത്തുകൊണ്ട് രജിസ്റ്റർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടുകൾ അവിടെ നിന്ന് വാങ്ങാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ CAMS കാർവി എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ഇന്റർമീഡിയറ്റുകളെ പറ്റി പറഞ്ഞല്ലോ, അവരുടെ ഓഫീസുകളുണ്ട്. ഇപ്പൊ CAMSന് മിക്കവാറും കേരളത്തിലെ എല്ലാ നഗരങ്ങളിലും ഓഫീസുകളുണ്ട്. അവരുടെ ഓഫീസുകളിൽ നേരിട്ട് പോയിട്ട്, അല്ലെങ്കിൽ CAMSന്റെ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ K-Fintechന്റെ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ K-Fintechന്റെ ഓഫീസ് വഴിയോ
വഴിയൊക്കെ നിങ്ങൾക്ക് ചേരാനായിട്ട് സാധിക്കും. ഇതല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്കുകളും മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർമാരുമുണ്ട്. ഈ ബാങ്കുകളും മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർമാരെയും നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങുന്നതിന് സമീപിക്കാതിരിക്കുകയാണ് നല്ലത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താ വെച്ചാൽ അവര് മിക്കവാറും കൂടുതൽ കമ്മീഷൻ എടുക്കുന്ന തരത്തിലുള്ള റെഗുലർ മ്യൂച്വൽ ഫണ്ടുകളാണ് നിങ്ങളോട് സജസ്റ്റ് ചെയ്യുക. എല്ലാ മ്യൂച്വൽ ഫണ്ടുകളും മിക്കവാറും എല്ലാ മ്യൂച്വൽ ഫണ്ടുകളും 2 ഫ്ലേവറുകളിൽ അവൈലബിൾ ആണ്. ഒന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള ഫ്ലേവർ, മറ്റൊന്ന് റെഗുലർ ആയിട്ടുള്ള ഫ്ലേവർ. ഡയറക്റ്റ് ആയിട്ടുള്ള ഫ്ലേവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് മ്യൂച്വൽ ഫണ്ട് കമ്പനിയുമായിട്ടാണ് ഇടപാട് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾക്കൊരു മെച്ചപ്പെട്ട തുകയിൽ നമുക്ക് കിട്ടും. അതേപോലെ തന്നെ റെഗുലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെയും കമ്പനിയുടെയും ഇടയ്ക്ക് ഒരു മിഡിൽ മാൻ എന്നുള്ള രീതിയിൽ ഈ ബാങ്കോ ഈ മ്യൂച്വൽ ഫണ്ട് ഏജന്റോ നിൽക്കുന്നത് കൊണ്ട് അവന് 100 രൂപയ്ക്ക് ഒരു വർഷം 1 രൂപ എന്നുള്ള രീതിയിൽ കമ്മീഷൻ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടുകൾ ചേരാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കും. 2 തരത്തിലാണ് മ്യൂച്വൽ ഫണ്ടുകൾ സ്റ്റോർ ചെയ്യുക എന്നുള്ളത് കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടെ പറയാം. അതായത് 2 തരത്തിലാണ് സ്റ്റോർ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയൊരു രീതി എന്ന് പറയുന്നത് SOA രീതി, സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട് രീതിയിൽ മ്യൂച്വൽ ഫണ്ടുകൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്. മറ്റൊരു രീതി എന്ന് പറയുന്നത് ഡിമാറ്റ് ഫോമിൽ മ്യൂച്വൽ ഫണ്ടുകൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കൊരു ഷെയർ ട്രാൻസാക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു അക്കൗണ്ട് ഉണ്ട് എന്ന് കരുതുക. ആ അക്കൗണ്ടിൽ നിങ്ങൾ മേടിച്ചിട്ടുള്ള ഷെയറുകൾ നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കും അല്ലെ. അതിനാണ് നമ്മൾ എന്താ പറയുക, ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുക. ഈ ഡിമാറ്റ് അക്കൗണ്ടിൽ നിങ്ങളുടെ പാൻ നമ്പറിലുള്ള ഡിമാറ്റ് അക്കൗണ്ടിൽ നിങ്ങളുടെ പേരിലുള്ള മ്യൂച്വൽ ഫണ്ടുകൾ കൂടെ വരുന്ന രീതിയാണ് എന്താ പറയുക, ഡിമാറ്റ് ഫോം എന്ന് പറയുക. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡിമാറ്റ് അല്ലാത്ത നോൺ ഡിമാറ്റ് ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാങ്ങിയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളുടെ റെക്കോർഡുകൾ, സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട് അതാത് മ്യൂച്വൽ ഫണ്ട് കമ്പനിയും അത് അവരുടെ രജിസ്ട്രാറും സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ ക്യാംസ് പോലുള്ള സംവിധാനങ്ങൾ നമ്മൾ മ്യൂച്വൽ ഫണ്ട് കമ്പനി വഴിയോ അല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴിയോ ഒക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ട്രാക്ക് ചെയ്യുന്ന രീതിയാണ് SOA എന്ന് പറയുക. 2 രീതിയിലും നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ആകെയുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഡിമാറ്റ് ഫോമിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്റ്റോക്ക് ഹോൾഡിങ്ങുമായിട്ട് കൂട്ടിച്ചേർത്ത് അത് കാണാനായിട്ട് സാധിക്കും. എനിക്ക് ഒരു 5 സ്റ്റോക്ക് ഉണ്ട്, 2 മ്യൂച്വൽ ഫണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 5ഉം 2ഉം കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളൊരു ഗുണമാണുള്ളത്. അതേസമയം തന്നെ നമ്മൾ മ്യൂച്വൽ ഫണ്ടുകൾ SOA രീതിയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്റ്റോക്ക് വേറെ രീതിയിലും മ്യൂച്വൽ ഫണ്ട് വേറെ രീതിയിലും എന്നുള്ള രീതിയിലാണ് കാണുക. അതുപോലെ ഒരു ഡിമാറ്റ് രീതിയിലുള്ള മ്യൂച്വൽ ഫണ്ടാണ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ എളുപ്പം ആ രീതിയാണ്. അതേസമയം തന്നെ നിങ്ങൾ SOA രീതിയിലുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് ആണെന്നുണ്ടെങ്കിൽ ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന പരിപാടി നോർമൽ സിറ്റുവേഷനിൽ നടക്കില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതേസമയം തന്നെ ഈ SOA രീതിയിൽ നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിൽ STPകൾ, SIPകൾ, SWPകളൊക്കെ വളരെ എളുപ്പത്തിൽ നടത്താനായിട്ട് സാധിക്കും. അതേസമയം തന്നെ ഡിമാറ്റ് ഫോമിലാണെന്നുണ്ടെങ്കിൽ SWPയും STPയും നടത്തുന്നത് സാധ്യമല്ല മിക്കവാറും ഡിമാറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള മ്യൂച്വൽ ഫണ്ട് സിസ്റ്റങ്ങളിൽ. മ്യൂച്വൽ ഫണ്ടുകളിൽ നമ്മൾ വാങ്ങാനും വിൽക്കാനും ഉള്ള പല പ്ലാറ്റ്ഫോമുകളെ പറ്റി നമ്മൾ പറഞ്ഞു. അതായത് മ്യൂച്വൽ ഫണ്ട് കമ്പനികളുടെ സൈറ്റുകളെ പറ്റി പറഞ്ഞു. അതുപോലെ സ്കാർവിയുടെ ഓൺലൈനും ഓഫ്ലൈൻ ആയിട്ടുള്ള ഓപ്ഷനുകളെ പറ്റി പറഞ്ഞു. ഇത് കൂടാതെ ഗ്രോ ആപ്പ്, അതുപോലെ കുവേര, ET മണി പോലുള്ള തേർഡ് പാർട്ടി പ്ലാറ്റ്ഫോമുകൾ വഴി നമുക്ക് മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങാനും വിൽക്കാനും ഒക്കെ സാധിക്കും. അടുത്തൊരു സെക്ഷനിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാൻ പോകുന്നത് ഞാൻ ഏതൊക്കെ മ്യൂച്വൽ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. എൻ്റെ കയ്യിലുള്ള 4 മ്യൂച്വൽ ഫണ്ടുകൾ എൻ്റെ 2 ഗോളുകളുമായിട്ട് മാപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. UTI Nifty 50 ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഫണ്ടാണ് ഒരു ഫണ്ട്. രണ്ടാമത്തേത് പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫണ്ടാണ്. മൂന്നാമത്തേത് HDFC BSE സെൻസെക്സ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഫണ്ടാണ്. നാലാമത്തേത് SBI സ്മോൾ ക്യാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഫണ്ടാണ്. ഈ 4 ഫണ്ടുകൾ എൻ്റെ റിട്ടയർമെന്റും എൻ്റെ കുട്ടികളുടെ വിദ്യാഭ്യാസവുമായിട്ടുള്ള കാര്യങ്ങൾക്കായിട്ടാണ് ഞാൻ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ഞാൻ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യുന്ന 8 പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഞാൻ ഒരു റെഗുലർ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. സിസ്റ്റമാറ്റിക് ആയിട്ട് റെഗുലർ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അല്ലെങ്കിൽ ഒരു SIP രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്ററാണ്. അതുപോലെ തന്നെ മാർക്കറ്റ് താഴുന്ന സമയത്ത് അഡീഷണൽ ആയിട്ട് ഇത്തരം ഫണ്ടുകളിൽ ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ഇങ്ങനെ ഒരു SIPയും ലംസമും ചേർന്നിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് രീതിയാണ് ഞാൻ മിക്കവാറും ഫോളോ ചെയ്യാറുള്ളത്. എന്നെ കോൺടാക്ട് ചെയ്യുന്ന പല ആളുകൾക്കും അവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചുള്ള രീതിയിൽ നമ്മൾ അതിന്റെ സജഷൻസ് കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് സജഷൻസ് വേണമെന്നുണ്ടെങ്കിൽ 8848030018 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാം. ഒരു കാരണവശാലും ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പെൻസുകൾക്ക് വേണ്ടിയിട്ട് ഒരു അൺപ്ലാൻഡ് ആയിട്ട് ഞാൻ മ്യൂച്വൽ ഫണ്ടുകൾ റീഡീം ചെയ്യാറില്ല എന്നുള്ളതാണ് അടുത്തൊരു കാര്യം.
ഇന്ത്യയിൽ ഈ അടുത്ത് വന്നിട്ടുള്ള ഒരു റിപ്പോർട്ട് അനുസരിച്ച് മിക്കവാറും എല്ലാ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റർമാരും ഒരു 70% മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റർമാർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള തുക 1.5 വർഷത്തിനുള്ളിൽ തിരികെ എടുക്കുന്ന തരത്തിലുള്ള ആളുകളാണ്. അങ്ങനെ മ്യൂച്വൽ ഫണ്ടിൽ എന്നല്ല ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടും കാര്യമില്ല എന്നതാണ്. നമ്മളുടെ ആവശ്യം എന്നാണോ അതിനനുസരിച്ച് ആ ഒരു സമയം വരെയും ഇൻവെസ്റ്റ് ചെയ്യുകയും അതുവരെ ഹോൾഡ് ചെയ്യുകയും ചെയ്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു റാൻഡം ആയിട്ട് മ്യൂച്വൽ ഫണ്ടുകൾ സെല്ല് ചെയ്യാറ്. നാലാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ മ്യൂച്വൽ ഫണ്ടുകൾ ഈ വർഷം നിക്ഷേപിക്കുന്ന ഒരു തുകയേക്കാൾ 1000-ഓ 2000-ഓ കൂടുതൽ തുക തൊട്ടടുത്ത വർഷം ഞാൻ നിക്ഷേപിക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. അല്ലെങ്കിൽ ഒരു ടോപ്പ് അപ്പ് രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ്. എപ്പോഴും ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് മ്യൂച്വൽ ഫണ്ടുകൾ മാത്രമേ ഞാൻ ഹോൾഡ് ചെയ്യാറുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു കാര്യം. റാൻഡം ആയിട്ടുള്ള ചേഞ്ചുകൾ ഞാൻ ഒരിക്കലും വരുത്താറില്ല. നമ്മൾ മ്യൂച്വൽ ഫണ്ടുകൾ ഫോളോ ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകൾ പരമാവധി തുടർച്ചയായിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പോകാറാണ് പതിവ്. പക്ഷേ എന്തെങ്കിലും കാര്യമായിട്ടുള്ള പ്രശ്നം കൂടുതൽ സമയത്തേക്ക് നിലനിൽക്കുന്ന ഒരു പ്രശ്നം ഫണ്ടിന് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത്തരം ഫണ്ടുകൾ മാറ്റി പുതിയ ഫണ്ടുകൾ എടുക്കാറുണ്ട്. ഈ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു രീതിയാണ് ഞാൻ എൻ്റെ വെൽത്ത് ബിൽഡ് ചെയ്യുന്നതിനായിട്ട് മ്യൂച്വൽ ഫണ്ടുകൾ ഉപയോഗിക്കുന്ന ഒരു രീതി. നിങ്ങൾക്കും ഈ രീതി ഫോളോ ചെയ്യാം. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്.